നിങ്ങൾ വഷളാകരുതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പോഴാ നമ്മളെ അനമഹാത്മാവിന്റെ പ്രഖ്യാപനം. നമ്മളെ സാധു ആ PKM അയാള് ഫേസ്ബുക്കിൽ പോസ്റ്റ്, ഇവിടെ വിദ്യാഭ്യാസം, ഹജ്ജ്, വഖഫ് ഇതൊക്കെ കോൺഗ്രസ് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യണം, ലീഗർക്ക് കൊടുക്കരുത്. ഇപ്പൊ എന്തായി? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ പറ്റി എന്താ ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ എന്താണോ, ആർക്കാണോ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയത്? വിദ്യാഭ്യാസ വകുപ്പ് ആർക്കാ കിട്ടിയത്? ശംസുദ്ദീൻ MLA. ഏത് ശംസുദ്ദീൻ? AP കുഞ്ഞാടുകളെ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാൻ പോണ ആർക്കാന്നറിയോ? കൈകാര്യം ചെയ്യാൻ പോണത് ശംസുദ്ദീൻ MLA. ഏത് ശംസുദ്ദീൻ? മണ്ണാർക്കാട് ശംസുദ്ദീൻ. നിങ്ങളാകെ പിടുത്തം വിട്ടുവിട്ടോ പോകും ഒക്കെ ഇപ്പൊ ശംസിന്റെ കാല. പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എന്തായി? ഇനിയിപ്പൊ എന്താ നിങ്ങൾ കാട്ടുക? ഒരു ഉളുപ്പ് എന്ന് പറയണതേ, ഉളുപ്പ് പോട്ടെ. എന്റെ പഴയ കൂട്ടുകാരനല്ലേ പത്തപ്പൂവിന്റെ ഭാഷയെ പറഞ്ഞാൽ ഉളുപ്പ് ഏതായാലും നിങ്ങൾക്കില്ല. ഉളുപ്പിന്റെ പാത്രത്തിൽ കൈയിട്ടിട്ട് ആ കൈയൊന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളിയപ്പോ അതിന്റെ ഒരു തുള്ളി നിങ്ങളടുത്ത് കൂടെ എത്തിയിട്ടുണ്ടോ ഏപ്പിക്കാരെ? ഈ പറയപ്പെട്ട ടീമിനോടാ ചോദ്യം കേട്ടോ. ഉണ്ടെങ്കിൽ എടാ മാണം മലപ്പുറം ഭാഷയിൽ ഉസുറും പുളിയെന്ന് അറിയില്ലേ കാക്കാര്? ആ സാധനങ്ങൾ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ നിങ്ങൾ പോയിട്ട് ആ ശംസുദ്ദീന്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ആ സംസാരിച്ചിട്ട് കത്ത് കൊടുക്കുക അത്രേ? ഒലത്തെ പോയിട്ട് ഉളുപ്പുണ്ട നിങ്ങൾക്ക്? ഏതാണോ ഈ ശംസുദ്ദീൻ? നമ്മളെ അഡ്വക്കറ്റ് സഖാഫി ദുആർക്കല്ലേ, ഇൻഷാ അല്ലാഹ് ദുആ കേൾക്കാൻ നമുക്ക്. ദുആർക്കല്ലേ മർക്കസിന്ന് അല്ലാഹ് കരയാണ്. വടശ്ശേരി എന്നിട്ട് പറയല്ലേ, അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള അഭ്യർത്ഥനയാണ്. എന്തായി അഭ്യർത്ഥന? അവിടെ പോയിട്ട് പെറ്റെടുക്കരുന്നല്ലോ നിങ്ങള്. എന്തായി? ആ പാവം പ്രായമുള്ള ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ പ്രസ്താവന ഇറക്കിച്ചില്ലേ? കൊലയാളിയാണ് ശംസുദ്ദീൻ. കൊലയാളികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ആളാണ് ശംസുദ്ദീൻ MLA. ഒരു കാലത്തും അയാൾ ജയിക്കാൻ പാടില്ല. എന്താ പ്രായമുള്ള ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ പ്രസ്താവന ഇറക്കിച്ചില്ലേ? എന്നിട്ട് ആ ഉസ്താദിന്റെ കത്തൊന്നും പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക. മൂപ്പരും കൂടി വഷളാക്കല്ലേ നിങ്ങൾ ചെയ്യണത്? അല്ല, അറിയാണ്ട് ചോദിക്കണേ. ഞങ്ങൾ എവിടേക്ക് എത്തിയോടോ? നിങ്ങൾ ഉളുപ്പ് എന്ന് പറഞ്ഞ നിങ്ങൾ അടുത്തു കൂടെ പോയിട്ടുണ്ടോ? എന്നിട്ട് പറയാ, വലിഞ്ഞു കയറി ചെന്നിട്ട് പറയാ, ഞങ്ങള് കത്ത് കൊടുത്ത്, കത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഏത് ഞങ്ങളൊരു പാർട്ടി, ഞങ്ങളൊരു ആദർശ മുന്നേറ്റ യാത്രയിൽ ശംസുദ്ദീൻ വന്നപ്പോ എന്തേലും നിങ്ങളെ പുകില്? എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ്? ഇപ്പൊ എങ്ങനെ ശംസുദ്ദീൻ ഇപ്പൊ സുന്യ? നിങ്ങളെ ഭാഷയിലാട്ടോ. ഞങ്ങള് പണ്ടേ പറയലുണ്ട് ശംസുദ്ദീന്റെ നിലപാട് എന്താ. എന്നിട്ട് നിങ്ങളെടുത്ത് വന്നാലൊക്കെ ചക്കര, മറ്റുള്ളവരടുത്ത് പോയാലൊക്കെ ഒപ്പര. അതാ പറഞ്ഞത്. അമ്മായിയമ്മക്കാവുമ്പോ അടുപ്പിലും ആവാം, മരുവൾക്കാണെങ്കിലോ തൊടൂലും പറ്റൂല. നിങ്ങളെ വേദിയിലാണിച്ചിലൊക്കെ പറ്റും, ഒക്കെ സാറാ. ഇപ്പൊ എങ്ങനെ ശംസുദ്ദീൻ സുന്നിയായോ? നിങ്ങളെ ഭാഷയില ജിഫിരി തങ്ങൾ ചോദിച്ചില്ലോടോ. അപ്പൊ ഒരു താലിംവാലില്ലാത്ത കളിയല്ലേ നിങ്ങൾ ഈ കളിക്കണ്? എന്താപ്പോ? എന്നിട്ടിപ്പോ വൻമരങ്ങളൊക്കെ കടപുഴകി വീണപ്പോ ഇളമരത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഞമ്മളിങ്ങനെ ഈ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങേണ്ട ആൾക്കാരല്ല. നമ്മൾ ബിദ്അത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങേണ്ട സമയ. ആർക്കെതിരെ? പേരോടിനെതിരെ അല്ലേ? നിങ്ങളുടെ ബിദ്അത്തിനെതിരെ, ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കാൻ എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ഉള്ളിൽ ബിദ്അത്ത് തിമർത്താടല്ലേ? എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അല്ലാഹുവിന്റെ റസൂലിന് നിഴലുണ്ട്, ബിദ്അത്തല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഈച്ചയിരിക്കും, ബിദ്അത്തല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരം തീയിലിട്ടാ കരിയും, ബിദ്അത്തിന്റെ വാദല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചായേക്കാം, വഹാബി വാദമല്ലേ? റസൂലുള്ള സഹായിച്ചു എന്ന് പറഞ്ഞാൽ അദബല്ല, വഹാബി വാദമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ്, വഹാബിയെക്കാളും പിഴച്ചവാദമല്ലേ? എന്നിട്ട് നിങ്ങളാ ബിദ്അത്തിനെതിരെ സംഘടിക്കണത്? എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക് ബിദ്അത്തിനെതിരെ പറയാൻ? അതൊക്കെ ബിദ്അത്തിനെതിരെ പറയാൻ കാലം പോറ്റുന്ന മശായിഖന്മാരുടെ മക്കളുണ്ട് ഇവിടെ. മിണ്ടരുത് നിങ്ങളെ ഉള്ളിലത്തെ കാര്യം ആദ്യം ശരിക്കും, തൗഹീദ് നിങ്ങളത് ശരിയാക്കി ആദ്യം. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ തുറാബ് തങ്ങൾ പോയിട്ട് കത്ത് കൊടുക്കുക? തുറാബ് തങ്ങൾ പോയിട്ട് കത്ത് കൊടുക്കുകയാണ് പ്രതിനിധിയായിട്ട്. എന്ത് പണിയാ തങ്ങൾ പാപ്പങ്ങൾ കാട്ടിയത്?
മുൻ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലേ, നമ്മളെ പഴയകാല നേതാവല്ലേ? എങ്ങനെ തങ്ങളെ നിങ്ങൾ ശംസുദ്ദീനായിട്ട് എന്നിട്ട് കത്ത് കൊടുക്കല്? എന്ത് പണി ഞങ്ങൾ കാട്ടിയത്? എന്തേ നിങ്ങള് ഈ പ്രവർത്തകരെ വഞ്ചിക്കല്ലേ? അന്ന് വടശ്ശേരി പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മല്ലേ തങ്ങളെ? എന്തേ? പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ മണ്ണാർക്കാട്ട വോട്ടർമാരെ നിങ്ങൾ മറക്കരുതാരെ, നൂറുദ്ദീനെ മറക്കരുത്, കുഞ്ഞു ഹംസയെ മറക്കരുത്. ചോദിക്കട്ടെ തുറാബ് തങ്ങളെ, AP സമസ്തയിലെ കുഞ്ഞാടുകളെ, നിങ്ങൾ നൂറുദ്ദീനെ മറന്നോ? കുഞ്ഞു ഹംസയെ മറന്നോ? അവരുടെ പാവപ്പെട്ട മാതാവിനെ മറന്നോ? അവരുടെ വിധവകളായ പാവപ്പെട്ട സഹോദരിമാരെ ഭാര്യമാരെ മറന്നോ? അവരുടെ അനാഥകളായ മക്കളെ മറന്നോ? എന്താ ഇപ്പങ്ങള് അവർക്ക് കത്ത് കൊടുക്കാൻ പോയത്? ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ശംസുദ്ദീനെ പറ്റിയത്? നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അത്? തൗഹീദ് ഇങ്ങോട്ട് തലക്ക് കയറുമ്പോ പേരോടിന് ഇങ്ങനെ വരല്ല. എന്തെന്ന്? ഞാൻ ഇപ്പോൾ വരുമ്പോൾ വണ്ടിയിൽ വെച്ചൊരു പാട്ട് കേട്ടു, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത പാട്ടായി പോയി. ആ പൊക്ക് പറയാനുള്ള എന്താ അറിയോ? ഞാനിപ്പോൾ വരുമ്പോൾ വണ്ടിയിൽ വെച്ച് ഞാനൊരു പാട്ട് കേട്ടു, സുബ്ഹാനല്ലാഹ്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണ്ണാർക്കാടിന്റെ മക്കളെ, വോട്ടിനവകാശമുള്ളോരെ, ധീരശുഹദാനൂറുദ്ദീനെ കുഞ്ഞു ഹംസയെ മറക്കല്ലേ. മണ്ണാർക്കാടിന്റെ മക്കളെ, വോട്ടിനവകാശമുള്ളോരെ, ധീരശുഹദാനൂറുദ്ദീനെ കുഞ്ഞു ഹംസയെ മറക്കല്ലേ. പൊട്ടിക്കരയുന്ന മക്കളെ, വിധവയായി തീർന്ന ഭാര്യയെ, മക്കളെ നഷ്ടപ്പെട്ട ഉമ്മ ഉപ്പയെ നിങ്ങൾ മറക്കല്ലേ. മണ്ണാർക്കാടിന്റെ മക്കളെ, വോട്ടിനവകാശമുള്ളോരെ, ധീര. ഞാനിപ്പോൾ ഒരുപ്പോൾ കേട്ടൊരു പാട്ടാണ്, സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ പാട്ട്? ആ പാട്ട് കേട്ടില്ലേ പങ്ങള്? ധാരാ പാടുന്നത്? ഇവരെ വിദേശത്തുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ICFന്റെ കുളിയൻട്ര, ഞങ്ങളെ തൃശ്ശൂർ ജില്ലക്കാരാ, പെരുമ്പലാവിലുള്ള ഒരു മൊയ്ലിയാരാ, എല്ലാവർക്കും പാട്ട് പാടി കൊടുക്കുന്ന ആളാ. മൂപ്പരെന്ന് പാടിയതാ. നമ്മൾ പറയണ എന്താ അറിയോ? ഇനിയിപ്പോ ശംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കട്ടെ, ഇനി വേറെ ഏതെങ്കിലും വകുപ്പ് ഏറ്റെടുക്കട്ടെ, ഏത് വകുപ്പ് ഏറ്റെടുക്കട്ടെ, ഏത് ഏറ്റെടുക്കട്ടെ. ശംസുദ്ദീൻ മന്ത്രിയായോ? മന്ത്രിയായി. PK ബഷീർ മന്ത്രിയായോ? മന്ത്രിയായി. KN ഷാജി മന്ത്രിയായോ? മന്ത്രിയായി. PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായോ? മന്ത്രിയായി. നിങ്ങൾ ഇനിയിപ്പോ എന്താ കാട്ടുക? ശംസുദ്ദീന്റെ വകുപ്പ് ഏതാവട്ടോ, ഏത് വകുപ്പാവട്ടെ, ശംസുദ്ദീൻ മന്ത്രിയായോ? നിങ്ങൾ പോയിട്ട് മൂപ്പർക്ക് കത്തും കൊടുത്തോ? നിങ്ങൾ പോയിട്ട് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്തിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്തോ? എന്തേ? മണ്ണാർക്കാട്ട മക്കളെ, നിങ്ങൾ എന്തേ മറന്നോ? ഈ പാട്ട് മറന്നോ? നിങ്ങൾ ഞാനിപ്പോൾ വണ്ടിയിൽ വെച്ച് വരുമ്പോൾ കേട്ട പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ മറന്നോ? ആ കുഞ്ഞു ഹംസയുടെ മാതാവിനെ മറന്നോ നിങ്ങൾ? നൂറുദ്ദീന്റെ മാതാവിനെ മറന്നോ നിങ്ങൾ? അവരുടെ പ്രിയപ്പെട്ട വിധവകളായ ഭാര്യമാരെ മറന്നോ നിങ്ങൾ? അവരുടെ പാവപ്പെട്ട പറക്കുമുറ്റാത്ത അനാഥകളായ മക്കളെ മറന്നോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് അധികാര കൊതി, നിങ്ങൾക്ക് ആൾക്കാരുടെ മുമ്പിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണം, കുഞ്ഞാപ്പോളാവണം. ആയതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞമ്മക്ക് വലുത് ദീന, ഞമ്മക്ക് വലുത് ദീന. ആ ദീനിന്റെ വിഷയം അതിൽ കണിശമായ നിലപാട് സ്വീകരിക്കുക, അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ നിലപാടൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ അനിവാര്യമായ ഘട്ടത്തിലാകാം. അതൊക്കെ മുൻഗാമികളായ ഉലമാ സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെ ശംസുലുലമ സ്വീകരിച്ച നിലപാടുണ്ട്. രാഷ്ട്രീയക്കാരോട് 60 വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ ശംസുലുലമ? രാഷ്ട്രീയക്കാർ ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കണക്കിലെടുക്കേണ്ടി വരും എന്ന് ശംസുലുലമ പ്രഖ്യാപിച്ചില്ലേ? ആ പ്രഖ്യാപനം അതാണ് ഞങ്ങൾക്ക് മാതൃക എന്ന് മമ്പാട്ടുകാരൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എവിടെ? മണ്ണാർക്കാട്ടെ പ്രസംഗവുമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ. അതൊന്നും മറക്കണ്ടൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു വലതുപക്ഷമോ ഇടതുപക്ഷമോ ദുന്യാവിലെ ഈ ക്ഷിപ്രസാധ്യമായ ലോകത്തുള്ള വലതുപക്ഷമല്ല.
ഈ ഭൗമലോകത്തെ നശിക്കാൻ പോകുന്ന ഈ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളോ അതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നശിക്കാത്തൊരു ലോകം നമുക്ക് വരാനുണ്ട്. ഒരിക്കലും നശിക്കാത്ത ലോകം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ.